അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അധ്യായം ഏത്? അതേപോലെ ഏറ്റവും മഹത്വമുള്ളതായ സൂക്തം, ആയത്ത് ഏത്? നമുക്ക് പഠിക്കാം. അബീ സഅദിൽ മുഅല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നെ വിളിച്ചു. ഫലം അജിബുഹു ഹത്താ സല്ലൈതു സുമ്മ അതൈതുഹു. ഞാൻ ഉത്തരം നൽകിയില്ല, നിസ്കാരത്തിലാണല്ലോ എന്ന് കരുതി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ ഹബീബിന്റെ അടുക്കിലേക്ക് ചെന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, എന്തേ ഹബീബ് എന്നെ വിളിച്ചത്? ഇന്നി കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടായിരുന്നു മറുപടി പറയാതിരുന്നത്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം യഖുലില്ലാഹു, അല്ലാഹു പറഞ്ഞത് അറിയില്ലേ, ഇസ്തജീബു ലില്ലാഹി വലി റസൂലി ഇസാ ദഅാക്കും, അല്ലാഹു അവന്റെ റസൂലും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകണമെന്ന് അറിയില്ലേ എന്ന് വെച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ വിളിച്ചാൽ, നിസ്കാരത്തിലാണെങ്കിൽ പോലും മറുപടി പറയണം എന്നതാണ് അതിനർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാല, പിന്നീട് പറഞ്ഞു, അലാ ഉഅല്ലിമുക അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്തിനെ സംബന്ധിച്ച് ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഖുൽതു ലഉഅല്ലിമന്നക അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, അങ്ങിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് ഏത് എന്ന് പഠിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനിൽ അളീം അല്ലദീ ഊതീതുഹു. അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങിയ സൂറത്തുൽ ഫാത്തിഹ സൂറത്താണ്. അത് സബഉൽ മസാനിയാണ്. വൽ ഖുർആനിൽ അളീം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയതാണ്. അല്ലദീ ഊതീതുഹു, അത് എനിക്ക് നൽകിയിട്ടുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് അത് ഫാത്തിഹയാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായവും അത് തന്നെയാണല്ലോ. സഹീഹുൽ ബുഖാരിയിൽ 506 നമ്പർ ഹദീസായി ഇത് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. വലിയ മഹത്വമുള്ള സൂറത്താണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ഇനി മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂക്തം, ആയത്ത് ഏത് എന്നുള്ളതാണ്. അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ മുൻദിർ, അല്ലയോ അബൂ മുൻദിറേ, അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി തആല മാകൽ ആലം, അങ്ങയുടെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ വിശുദ്ധ ഖുർആനിലെ സൂക്തം, ആയത്ത് ഏത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആ സൂക്തമാണ്. സൂറത്തുൽ ബഖറയിലെ സൂക്തമാണല്ലത്. ആയത്തുൽ കുർസി, നമ്മൾ ആയത്തുൽ കുർസി എന്നാണ് അതിനെ പറയുന്നത്, ആ സൂക്തത്തെ സംബന്ധിച്ച്. അപ്പോൾ ഫഖാല, ഖാല അത് പറഞ്ഞു. അപ്പോൾ ഫളറബ ഫീ സദരി, അത് ഞാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ നെഞ്ചിൽ ഒന്ന് തടവി എന്നുള്ളതാണ്. വഖാല, എന്നിട്ട് പറഞ്ഞു, ലി യഹ്നികൽ ഇൽം, അങ്ങയുടെ വിജ്ഞാനത്തിന് അഭിനന്ദനങ്ങൾ. അപ്പൊ ചോദിച്ചതാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉത്തരം പറഞ്ഞതാര്? സ്വഹാബി അഥവാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉത്തരം പറഞ്ഞു. അതിനെ അഭിനന്ദിച്ചതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാ അബാ മുൻസിർ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അധ്യായമാണ്. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂക്തവുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ടാമത് പറഞ്ഞ അഥവാ ഏറ്റവും മഹത്വമേറിയ സൂക്തം ഏത് എന്നത്
ബുഖാരി സഹീഹ് മുസ്ലിമിലെ 810 ഹദീസായി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.